നിങ്ങൾക്ക് എന്താ പ്രാന്ത് പിടിച്ചോ? ഞാൻ ഈ താലിയുടെ അല ഈ കല്ലിന്റെ മാറ്റം തുറച്ചോക്കായിരുന്നു. ഈ കല്ല് മുക്കാണോ? വന്ന് നിങ്ങൾക്ക് ഇപ്പൊ എന്റെ താലി വിശ്വാസം ഇല്ലാതായോ? അയ്യോ, എനിക്ക് വിശ്വാസമില്ലാതെ ഭാമേ. പോലീസുകാർക്ക് വിശ്വാസമില്ലാതെ അയലോ ഒന്ന് പേടിച്ചിട്ടാ. അനിയന് പറ്റിയതുപോലെ എനിക്ക് പറ്റരുതല്ലോ. അയ്യോ, ലൈറ്റ് പിടിച്ചു പിടിച്ചു. അയ്യോ അയ്യോ, എന്നെ കൊല്ലല്ലേ. മനസ്സിലായിട്ട് തന്നെ തന്നത്. തലേക്കൂടെ മുണ്ടിട്ട് ആളറിയത്തില്ലെന്ന് വിചാരിച്ചു. മഴ കാരണമാണ്. കാരണമൊന്നും പറയണ്ട. ഇപ്പൊ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കൊള്ളാം. ഈ വീട്ടിലുള്ളവർ നിങ്ങളുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇന്ന് വരെ ഒരു പോലീസുകാരൻ ഇവിടെ ആരും അന്വേഷിച്ചു വന്നിട്ടില്ല. മാനവും മര്യാദക്ക് ജീവിക്കുന്നവരാ ഇവിടെ. മാനവും മര്യാദ ഇവിടെ ആർക്കാ മാനവും മര്യാദ ഉള്ളത് എനിക്ക് ഇപ്പൊ അറിയണം. ഡേറാഡൂണിന്ന് എപ്പ വന്നിയാ ചേട്ടാ? പാമ്പ് കടിച്ചോന്റെ വായി പാഷാണം കലക്കി ഒഴിക്കല്ലേ. എല്ലാത്തിനും ഈ തള്ള ഒരുത്തിയാണ് കാരണം. സ്ത്രീധനമായിട്ട് എനിക്ക് മുക്ക് കൊണ്ടോടെ വന്നല്ലേ? എന്റെ തള്ളയല്ല, ചേട്ടന്റെ തള്ളയെ തെറ്റുകാരി. കല്യാണം കഴിഞ്ഞ് ആദ്യ വിരുന്നിന് വന്നിട്ട് തിരിച്ചു ചെല്ലുമ്പോ 10 പവന്റെ ആഭരണമില്ലാതെ വീട്ടിൽ കയറ്റില്ല എന്ന് പറഞ്ഞതുകൊണ്ട് നിവൃത്തിയില്ലാതെ ഞാനാ മുക്കുകൊണ്ട വാങ്ങിയിട്ടത്. സുമി, എല്ലാം ചേട്ടനോടൊപ്പം ജീവിക്കാൻ വേണ്ടിയാ. സുമി, ഇനി അധികകാലം എനിക്ക് നിന്നോടൊപ്പം ജീവിക്കാൻ കഴിയില്ല. അത്രയ്ക്കും വേണ്ടി കിട്ടി. എന്റെ സിംഫണിയും പൊട്ടി. ഇതെടുത്ത് വെട്ട്. ഞാൻ എന്തിട്ട് കളി കളിക്കുന്നത്? ഞാൻ ഇപ്പൊ പോകുന്ന കാര്യം പറയുക. ഒന്ന് ചോദിച്ചോട്ടെ? എന്ത് കളിയാണ് കളിക്കുന്നത്? എനിക്ക് മനസ്സിലായില്ല പറ്റി. എന്താ നിങ്ങളോടാ ചോദിച്ചത്. വാരിക്കുഴി വീട്. വാരിക്കുഴിയില് അറിയാമോ? ആരെ കാണാനാ? അങ്ങനെയൊന്നുമില്ല, എല്ലാരെയും കാണണം. മാലക്കേസുമായിട്ട് ബന്ധപ്പെട്ട വല്ലവരായിരിക്കൂ. ഒന്ന് ചോദിച്ചു കളയാ. ആ മാല വിറ്റിട്ട് അതെങ്ങനെ മനസ്സിലായി? ആളെ കണ്ട അറിഞ്ഞൂടെ? ഇവിടുന്ന് നേരെ പോകുമ്പോ ഒരു പാലമുണ്ട്. ആ പാലം കഴിഞ്ഞ ഇടത്തോട്ടൊരു വളവാണ്. അവിടെ വയലിന്റെ കരക്കിരിക്കുന്ന ആദ്യത്തെ വീടാണ് വാരിക്കുഴിയിലെ വീട്. അന്വേഷിക്കുന്ന പാർട്ടി അവിടെ ഉണ്ട്. വേഗം ചെന്ന പിടികൂടാ. നല്ലായിക്കോട്ടെ, കാണാം. പിന്നെ ഞാൻ കൂടെ വരാം. കയറിക്കോളൂ. അല്ലെങ്കിൽ വേണ്ട. ലാലിച്ച, ഇന്നോടെ നീ പുറത്തും ഞാൻ അകത്തും. ഇന്ന് നിന്റെ ചീ 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 ചീ. കല്യാണിക്കുട്ടി അമ്മ. ഞാനാ. ഇത് മകനാ, അശോകൻ. നിങ്ങളാരാ മനസ്സിലായില്ല? പറയാം. കേറിയിരിക്കാൻ ആരും പറയാത്ത എന്താ? കയറിയിരിക്കാം. ഇരിക്കൂ. അമ്മ ഇരിക്കൂ, ഇരിക്കൂ. വരാം സാർ, വരാം 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 വരാം.
നമ്മളെയല്ലേ വഴി വെച്ച് അതെ, ഞാൻ സാറിനെ സഹായിക്കാൻ വേണ്ടി കുറുക്ക് വഴി കൂടെ എത്തി. വണ്ടി കറങ്ങിയല്ലേ വരുന്നത്. ആ. ഞാൻ അഡ്വക്കേറ്റ് ഭരതൻ. ഓ, അപ്പൊ കേസുമായോ? നന്നായി. ആളിവിടെ ഉണ്ട്, ഉറക്കവാ, കൈയോടെ പിടിക്കാം. പോലീസുകാരെ വെട്ടിച്ച് അറിയാം. മുഖം കിടക്കാം. ഒന്ന് പാടും. പോലീസോ? അതെ, പോലീസ്. ഇയാൾ ആരാ? ഞാൻ കല്യാൺകുട്ടിയമ്മയുടെ മൂത്ത മകളുടെ മൂത്ത ഭർത്താവാ. സാർ ക്ഷമിക്കണം, അളിയൻ ഒരു അബദ്ധം പറ്റിപ്പോയതാ. മാല മാറിപ്പോയി. സ്വന്തം ഭാര്യയുടെ മാല തന്നെയാ, അല്ലാതെ മോഷിച്ചൊന്നുമല്ല. മോഷിച്ചാണോ മാറിപ്പോയതാണോ എന്നല്ല പ്രശ്നം. സ്വർണ്ണമാണെന്ന് പറഞ്ഞ് മുക്കുവണ്ട കൊണ്ട് വിൽക്കാന്ന് പറഞ്ഞ വിശ്വാസവഞ്ചനല്ലേ? ഇത്തരം കേസിന് കുറഞ്ഞത് 6 വർഷമെങ്കിലും അകത്ത് കിടക്കേണ്ടി വരും അല്ലേ വക്കീൽ സാറേ? അയ്യോ, എന്റെ പൊന്ന് സാറേ, എന്റെ ചേട്ടനെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം. അറിയാതെ ചെയ്തു പോയതാ, ജയിലിലിടരുത്. ഞാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളല്ല. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യവുമായിട്ടാണ് ഞാൻ വന്നത്. ദാ, ഇയാളെ അമ്മയ്ക്ക് മനസ്സിലായത് നോക്കണം. ഇത് നമ്മുടെ വീരപ്പനല്ലേ? അല്ലേ? ഇല്ല, എവിടെയോ കണ്ടുമറന്ന മുഖം. ആ, എന്നാ ഇതൊന്ന് നോക്കൂ. ഗിരിജയ്ക്ക് ഇനി വല്ല വിവാഹാലോചനയുമായി വന്നതാണോ? ഒരു കണക്കിന് പറഞ്ഞാൽ ഞാനൊരു ആലോചനയുമായിട്ടാണ് വന്നത്. ആരാണെന്ന് പറ സാറേ. ഇതെന്താ ക്വിസ് മത്സരം? അയ്യോ, ഇതെന്റെ വാസുകുട്ടിയല്ലേ? എവിടെയവൻ? ഇപ്പോഴെങ്കിലും എന്നെ ഒന്നൊന്ന് കാണാൻ തോന്നിയല്ലോ. വിളിക്കവനെ, ഞാനൊന്ന് കാണട്ടെ. അമ്മേ, അമ്മയുടെ സഹോദരൻ ഇനി വിളിച്ചാ വരില്ല. ഏ? ഒരുപാട് ആഗ്രഹങ്ങൾ ബാക്കിയുണ്ടായിരുന്നു. പക്ഷേ വിധി ഒന്നിനും സമ്മതിച്ചില്ല. പെട്ടെന്നായിരുന്നു എല്ലാം. എന്റെ വാസുകുട്ടി. അമ്മേ. വരൂ. ചെറുപ്പം മുതലേ അവര് നാട് വിട്ടു പോണമെന്നായിരുന്നു മോഹം. ഓരോ പ്രാവശ്യം പറയുമ്പോഴും അച്ഛൻ എതിർക്കുമായിരുന്നു. നിവർത്തിയില്ലാതെ വന്നപ്പോ എന്റെ താലിമാലയും കൊണ്ട് അവൻ നാട് വിട്ടു. എന്റെ മുഖത്ത് നോക്കാനുള്ള നാണക്കേട് കൊണ്ടായിരിക്കും എന്നെ വന്ന് കാണാൻ. അച്ഛൻ മരിക്കാൻ നേരവും വാസു വന്നില്ലേന്നാ ചോദിച്ച്. കഴിഞ്ഞതൊന്നും ഓർത്ത് വിഷമിക്കുകയല്ല വേണ്ടത്. പോയവരോ പോയി. ജീവിച്ചിരുന്നപ്പോ അവർക്ക് ചെയ്യാൻ പറ്റാത്ത എന്തെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ നമ്മളായിട്ടത് പൂർത്തീകരിച്ചു കൊടുക്കുക. എല്ലാവരെയും വന്നൊന്ന് കാണണമെന്ന് ഈ അടുത്ത കാലത്തിനോട് പറയുകയുണ്ടായി. വിധി എന്നൊന്നുണ്ടല്ലോ, അതുപോലെ നടക്കൂ. ഇവിടുന്ന് പുറപ്പെട്ടു പോയ അദ്ദേഹം വന്നുപെട്ടത് തമിഴ്നാട്ടിലെ മധുരാന്തകം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഒരുപാട് കഷ്ടപ്പെട്ടു, ആരൊക്കെയോ സഹായിച്ചു, കുറെ പണം ഉണ്ടാക്കി. അക്കാലത്താണ് ഒരു ഗൗണ്ടറുമായി അടുപ്പത്തിലായത്. ആ അടുപ്പം അയാളുടെ മകളുമായുള്ള വിവാഹത്തിൽ കലാശിച്ചു. അങ്ങനെ വാസുദേവൻ നായർ കോടീശ്വരനായി. കൗണ്ടർ നായർ എന്ന് പറഞ്ഞാൽ ആ നാട്ടിൽ അറിയാത്തവരായി ആരുമില്ല. മരിക്കുന്നതിന് മുമ്പ് അദ്ദേഹം എന്നെ ഒരു ആഗ്രഹം അറിയിച്ചു. ഈ സ്വത്തിൻ്റെയൊക്കെ അവകാശിയായ തന്റെ ഏക മകളെ അമ്മയുടെ മകനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കണം. തന്റെ പെങ്ങളോടുള്ള കടപ്പാട് തീർക്കാൻ വേണ്ടിയാവും അദ്ദേഹം ഇങ്ങനൊരു തീരുമാനമെടുത്തത്. ഈ വിവരം നിങ്ങളെ ധരിപ്പിക്കാനും അങ്ങോട്ട് വരണമെന്ന് പറയാനുമാണ് ഞാൻ വന്നത്. അങ്ങോട്ട് വരണമെന്ന് വെച്ചാൽ? അങ്ങോട്ട് വരണമെന്ന് വെച്ചാൽ കോടിക്കണക്കിന് വിലപതിക്കുന്ന സ്വത്തുക്കൾ വേണ്ടവണ്ണം നോക്കി നടത്താൻ അവിടെ ആളില്ലാതെ വിഷമിക്കുകയാണ്. എന്നാ ഉടനെ പോകാളിയാ. കറക്റ്റ്. അല്ല വക്കീൽ, ഒരു സംശയം ചോദിച്ചോട്ടെ. വാസ്തവത്തിൽ ഈ പെൺകുട്ടിക്ക് വല്ല മാറാവ്യാധിയോ ഭ്രാന്തോ അല്ലറ ചില്ലറ നടപടി ദൂഷ്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും? അല്ല, എന്തായാലും എനിക്ക് പരിപൂർണ സമ്മതമാണ്. എനിക്കും. അശോകൻ എന്താ ഒന്നും മിണ്ടാത്തത്? എനിക്കിതൊക്കെ ഒരു മുത്തശ്ശി കഥ പോലെ തോന്നുന്നു. മാത്രമല്ല സർ, അച്ഛനുള്ളപ്പോ പറയുമായിരുന്നു അർഹിക്കാത്തൊന്നും ആഗ്രഹിക്കരുത്. വേണ്ട വേണ്ട സർ. എല്ലാം നിങ്ങൾക്ക് അവകാശപ്പെട്ടത് തന്നെയാണ്. ഇതൊക്കെ ഒരു ഭാഗ്യമാണെന്ന് കരുതി സന്തോഷിക്കുക. എന്തായാലും നിങ്ങൾ വരുന്നു എന്നുള്ള കാര്യം ഞാനോട് അറിയിക്കുകയാണ്.